എംഫ്ലിൻ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യം ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തിയത് ചില സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു ഹീനതന്ത്രം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അത് അവർ സാധിച്ചു. ബംഗാൾ വിഭജിച്ചു. ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും കലാപങ്ങളും അതുപോലെ തന്നെ തീർത്താൽ തീരാത്ത ദുരിതങ്ങളും എല്ലാം തന്നെ ഇന്ത്യ അക്കാലത്ത് അനുഭവിച്ചു. ഇന്ത്യ എന്ന ഒരു വികാരം മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ഒരുമിച്ച് ഉണ്ടാകാതിരിക്കുക എന്ന വളരെ ഹീനമായ തന്ത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്. ഇന്നിപ്പോൾ BJP-ക്കാർ അതേ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിനെ വെട്ടിമുറിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJP-ക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പശ്ചിമ ബംഗാളിൽ ഇത്തവണ ഭരണം പിടിക്കാൻ BJP-യുടെ അഖിലേന്ത്യാ നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം കിണഞ്ഞ് ശ്രമിച്ചതാണ്. പക്ഷേ അത് ഫലം കണ്ടില്ല. എന്നാൽ ബംഗാളിൽ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ വടക്കൻ ബംഗാളിനെ വിഭജിച്ച് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒടുവിൽ കഴിഞ്ഞ 13-ാം തീയതി കൂച്ച് ബീഹാറിൽ ജൽപായ്ഗുരിയിൽ നടന്ന ഒരു BJP-യുടെ മീറ്റിങ്ങിൽ പല നേതാക്കളും ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതിൽ 2-3 പാർലമെൻറ്റ് അംഗങ്ങൾ കൂടിയുണ്ട് BJP-യുടെ. ആ മീറ്റിങ്ങിൽ വിർച്വലായി പങ്കെടുത്തവരിൽ BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദയും ഉൾപ്പെടുന്നു. ഈ MP-മാർ പറയുന്നത് വരുന്ന ലോക്സഭാ സെഷനിൽ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്നതാണ്. ഇത്തവണ BJP പറയുന്ന ഒരു കാര്യം സുരക്ഷയാണ്, രാജ്യസുരക്ഷയാണ്. വളരെ എളുപ്പമാണല്ലോ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വെട്ടിമുറിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നേപ്പാളും ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നമുക്കറിയാം, ഭൂട്ടാൻ്റെ ഒരു ഭാഗവും ബംഗാളിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർ ബംഗാളിൻ്റെ ഒരു ഭാഗത്തുണ്ട്. അതേപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, ഈ 2 സ്ഥലങ്ങളിൽ നിന്നുള്ള, ഏറ്റവും പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് രാജ്യത്തിന് ഭീഷണിയെന്നും രാജ്യസുരക്ഷയെ അത് ബാധിക്കുന്നുവെന്നും അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഭരണപ്രദേശം ആയി അത് മാറ്റേണ്ടതുണ്ടെന്നും ഒക്കെയുള്ള രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള ദേശീയതയുടെ പുതിയ അവതാരം എന്നുള്ള നിലയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുകയാണ് BJP നേതാക്കൾ ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒളിഞ്ഞിരിക്കുന്നത് ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ബംഗാളിൽ ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയാത്തപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ വെട്ടിമുറിച്ചുകൊണ്ട് അവിടെ ഭരണത്തിൽ വരിക എന്ന ഒരു കുതന്ത്രമാണ് BJP ഇപ്പോൾ പയറ്റാൻ പോകുന്നത്. അതിനൊരു അടിസ്ഥാനം അവർക്കുണ്ട്. വടക്കൻ ബംഗാളിലെ 5 ജില്ലകൾ, കൂച്ച് ബീഹാർ, ജൽപായ്ഗുരി, കലിംഗ്പോങ്, ഡാർജിലിംഗ്, അതുപോലെ അലിപ്പൂർദ്വാർ തുടങ്ങിയ ജില്ലകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78% MLA-മാരും BJP-ക്കാരാണ്. അപ്പോൾ 78% MLA-മാർ BJP-ക്കാരായ ഒരു മേഖലയെ പ്രത്യേകമാക്കുകയാണെങ്കിൽ അവിടെ ഭരണം പിടിക്കാൻ എളുപ്പമാണ്. കേന്ദ്രഭരണ പ്രദേശമായാലും മതി, അവിടെ ഭരണത്തിൽ വരാം. അപ്പോൾ ഭരണത്തിൽ വരിക എന്ന അധികാരം തലയ്ക്ക് പിടിച്ച ഒരു സ്ഥിതിയിൽ രാജ്യത്തെ വെട്ടിമുറിക്കാൻ, രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും വെട്ടിമുറിക്കുക എന്ന ഒരു സമീപനം ബ്രിട്ടീഷുകാരെ എന്നതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന വികാരത്തിൻ്റെ, ഇന്ത്യ എന്ന ദേശീയതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന BJP അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിക്കുക എന്നുള്ള ആ ഒരു ഹീന ശ്രമമാണ് നടത്താൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇവിടങ്ങളിൽ ഉള്ള MP-മാരാണ്, പ്രധാനപ്പെട്ട 2-3 MP-മാരാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു MP പറയുന്നത് വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ താൻ ഈ വിഷയം സജീവമായി ഉന്നയിക്കുമെന്നും അത് നേടിയെടുക്കുന്നവരെ താൻ പോരാടുമെന്നാണ്. ഇതിന്
ഉപോത്ബലകമായി അല്ലെങ്കിൽ ഇങ്ങനൊരു ആവശ്യത്തിന് ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ഘടകമുണ്ട്. അത് അവിടുത്തെ ആളുകളെ കുത്തിത്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അത് പുതിയ ക്യാബിനറ്റിൽ, മമതാ ബാനർജിയുടെ പുതിയ ക്യാബിനറ്റിൽ വെറും 10% പേർ മാത്രമാണ് ഈ 5 ജില്ലകളിൽ നിന്ന് ഉള്ളത്. അതുകൊണ്ട് ഭരണത്തിൽ അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടിയില്ലെന്നുള്ളത് സ്വാഭാവികമാണ്. 78% MLA-മാരും ബി ജെ പിക്കാരായിരിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ നിന്ന് 10%-ൽ കൂടുതൽ ക്യാബിനറ്റിൽ മന്ത്രിമാരായിട്ട് നിയമിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അവഗണിക്കുന്നു ആ മേഖലയെ എന്നാണ് പറയുന്നത്. ഇതിൽ ഡാർജിലിംഗും കലിംപോങ്ങും ഒക്കെ നമുക്കറിയാം. ഗൂർഖാലാൻഡ് പ്രക്ഷോഭം, പ്രത്യേക ഗൂർഖ ലാൻഡ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദീർഘകാലമായി നടക്കുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തെ ഒരു പരിധിവരെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ അടിച്ചമർത്തി. പ്രത്യേക ഗൂർഖ ലാൻഡ്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ സ്ഥിതി നമുക്കറിയാം. എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി പ്രദേശത്തെ സംസ്ഥാനങ്ങളിൽ പോലും വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ, ഇങ്ങനെയെല്ലാമുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം സംസ്ഥാനം വേണം എന്ന ആവശ്യം ഉയർന്നു വരാൻ തുടങ്ങിയാൽ, അത് പ്രത്യേകിച്ചും ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ആ ആവശ്യവുമായി മുന്നോട്ട് വന്നാൽ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും അത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും സുരക്ഷയെയും ഒക്കെ തന്നെ കാര്യമായി ബാധിക്കും എന്നുള്ളതറിയാം. മാത്രമല്ല, ഇന്ത്യ എന്ന ഒരു വികാരം, ഒരു പൊതുവികാരം, ഒരു ദേശീയ വികാരം പലപ്പോഴും ഇങ്ങനെയുള്ള ആവശ്യത്തിലൂടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സുരക്ഷയുടെ പേരിലെന്ന് പറയുന്നു, ഇന്ത്യക്കാരെന്നും ഇന്ത്യയെന്നുമുള്ള വികാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെ വെട്ടിമുറിക്കുന്ന ഒരു നയവും കൂടി അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. അപ്പോൾ അധികാരത്തിന് വേണ്ടി ബി ജെ പി എന്തും ചെയ്യും എന്ന് നമ്മൾ കുറേ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പണം കൊടുത്ത് MLA-മാരെ വിലയ്ക്ക് വാങ്ങുക, ജനഹിതത്തിന് എതിരായി ഭരണത്തെ അട്ടിമറിക്കുക, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരെ കൂട്ടത്തോടെ വിലയ്ക്ക് വാങ്ങി പുതിയ ഭരണമുണ്ടാക്കുക, ഇങ്ങനെയെല്ലാം ഉള്ള വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബി ജെ പിക്കാർ ബംഗാളിൽ തങ്ങൾക്ക് ഭരണത്തിലേറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അവിടെ തങ്ങൾക്ക് ക്ലച്ച് പിടിച്ചില്ല എന്ന ഒരു വിചാരത്തിൽ നിന്നാണ് അവിടെ വടക്കൻ ബംഗാൾ കേന്ദ്രീകരിച്ച് പുതിയൊരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭരണപ്രദേശം വേണം എന്ന ആവശ്യവുമായി അവർ മുന്നോട്ട് പോകുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രവണതയാണ്. ആ അപകടകരമായ പ്രവണത അത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭാഷ സംസാരിക്കുന്നവരുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ നേപ്പാളി ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരുപാട് വിഭാഗം വടക്കൻ ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക സംസ്ഥാനം, പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം. നമുക്കറിയാം കാശ്മീരിനെ എങ്ങനെയാണ് അവർ ഇപ്പോൾ പരിഗണിച്ചതെന്നുള്ളത്. കാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയിട്ട് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ 2 മേഖലയും. കാശ്മീർ മൊത്തം കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ വംശീയതയെയും ആളുകളുടെ പ്രത്യേക സവിശേഷതകളെയും സ്വഭാവത്തെയും എല്ലാം അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ അതിനെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ മേഖലയെ അവർ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത് നാം കണ്ടതാണ്. ഇപ്പോഴും അതിൻ്റെ പ്രതിഷേധം ഒന്നും കെട്ടടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാളിൽ ഭരണം തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, തങ്ങൾക്ക് കുറച്ച് ചെറിയ മേഖലയിലെങ്കിലും ഭരിച്ചേ തീരൂ എന്നുള്ള അടങ്ങാത്ത അധികാരക്കൊതിയുടെ ഭാഗമായി ഇപ്പോൾ ആ സംസ്ഥാനത്തെയും വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾ അവരാരംഭിച്ചിരിക്കും. ഒരുപക്ഷെ അത് വിജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്നവരുടെ ഒത്താശ അതിന് എപ്പോഴും ഉണ്ടാകും. എന്തെങ്കിലും കാണാതെ ഈ MP-മാർ രംഗത്ത് വരില്ല എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ മുളയിലേ നുള്ളേണ്ടതാണ്. രാജ്യസ്നേഹികൾ ഈ അപകടകരമായ നീക്കത്തെ ശക്തിയുക്തം എതിർക്കേണ്ടതാണ്.